പുതിയ കണ്ടം അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടി അമ്മ ദേവസ്ഥാന കളിയാട്ട മഹോത്സവത്തിന് 24-ന് തുടക്കമാകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാവുങ്കാൽ പുതിയ കണ്ടം അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടി അമ്മ ദേവസ്ഥാന കളിയാട്ട മഹോത്സവം 2026 ജനുവരി 24 മുതൽ 26 വരെ തീയതികളിലായാണ് നടക്കുന്നത്. ജനുവരി 24-ന് പുതിയ കണ്ടം കിഴക്കേ വെള്ളിക്കോത്ത് പ്രാദേശിക സമിതികളുടെ നേതൃത്വത്തിലുള്ള കലവറ നിറക്കൽ ഘോഷയാത്ര, തുടർന്ന് തെയ്യം കൂടൽ, തൊണ്ടച്ചൻ തെയ്യം, കാപ്പാളത്തിയമ്മ, കുഞ്ഞിക്കോരച്ചൻ തെയ്യം, കുപ്പേ പഞ്ചുരുളി, അണ്ണപ്പ പഞ്ചുരുളി, പുലിച്ചാമുണ്ടി തെയ്യങ്ങളുടെ തുടങ്ങൽ, തുടർന്ന് കുപ്പേ പഞ്ചുരുളി, അണ്ണപ്പ പഞ്ചുരുളി, കല്ലുരുട്ടി തെയ്യങ്ങളുടെ പുറപ്പാട്, തുടർന്ന് മേലേരിക്ക് അഗ്നിപകരൽ. 2012-ലാണ് നാട്ടുകാരുടെ പരിപൂർണമായ സഹായ സഹകരണങ്ങളോടുകൂടി ഇന്നത്തെ ഈ നിലയിലേക്ക് എത്തിച്ചേർന്നത്. സാധാരണ അന്യാധീനപ്പെട്ടുപോയ ഒരു കാവായിരുന്നു അടിയാർക്കാവ്. ആ കാവിനിപ്പോൾ 42 സെൻറ്റ് സ്ഥലമാണുള്ളത്. അതിലാണ് ഇപ്പോൾ കാവിൻ്റെ 13 തറകളിലായിട്ട് 20 ദേവക്കോലങ്ങളെ ആരൂഢ തറകൾ നിർമ്മിച്ചിരിക്കുന്നത്. ആ നിർമ്മാണത്തിന് ശേഷം 3 കളിയാട്ടങ്ങൾ നടന്നു. പിന്നീട് അവിടെ നടക്കുന്ന ചില ആചാരങ്ങളിലെ വ്യത്യസ്തത വേണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 സ്വർണ്ണ പ്രശ്നചിന്ത നടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പുനഃപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ഒരു കളിയാട്ടം എത്രയും വേഗം നടത്തുമെന്നുള്ള പ്രശ്നചിന്ത കണ്ടത്. ശനിയാഴ്ച രാവിലെ ഉത്സവത്തിൻ്റെ കലവറ നിറക്കൽ ഘോഷയാത്രയാണ്. അത് അതിയാമ്പൂര് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്നു. രാവിലെ 9 മണിക്ക്. ഒരു പ്രത്യേകത, നമ്മുടെ വിശ്വശില്പി കാനായി കുഞ്ഞിരാമട്ടൻ അദ്ദേഹത്തിൻ്റെ ഏറെ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം ആദ്യമായിട്ട് പൊതുപരിപാടിയിൽ അന്നത്തെ ദിവസം ആ കലവറ നിറക്കൽ ഘോഷയാത്രയിൽ അദ്ദേഹം അനുഗ്രഹിച്ചുകൊണ്ട് ആ പരിപാടിയെ അവിടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹവും കൂടെ ഉണ്ടാവും. പിന്നെ ആ കലവറ നിറക്കൽ ഘോഷയാത്ര എല്ലാ വാദ്യമേളങ്ങളോടും കൂടിയിട്ട് മൊട്ടമ്മൽ തറവാടിലേക്ക് എത്തിച്ചേരുന്നു. ജനുവരി 25-ന് പുലർച്ചെ 2 മണിക്ക് പുലിച്ചാമുണ്ടി തെയ്യത്തിന്റെ അഗ്നിപ്രവേശം, പുലർച്ചെ 4 മണിക്ക് ശ്രീ കരിഞ്ചാമുണ്ടി അമ്മയുടെ പുറപ്പാട്, തുടർന്ന് കുറത്തിയമ്മ, പേത്താളൻ, പരതാളി, തൂവക്കാളി, കാട്ടുമടന്ത, മന്ത്രഗുളികൻ തെയ്യങ്ങളുടെ പ്രവേശം, തുടർന്ന് വിഷ്ണുമൂർത്തി, രക്തചാമുണ്ടി, പന്നിക്കൂർ ചാമുണ്ടി, പൊട്ടൻ തെയ്യം എന്നീ തെയ്യങ്ങളുടെ കൊടിയില പിടിക്കൽ. രാത്രി 9 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ കുളിച്ചുതോറ്റം. ജനുവരി 26-ന് പുലർച്ചെ 2 മണിക്ക് പൊട്ടൻ തെയ്യം അരങ്ങിലെത്തും. തുടർന്ന് 9 മണിക്ക് രക്തചാമുണ്ടി, പന്നിക്കൂർ ചാമുണ്ടി, വിഷ്ണുമൂർത്തി, ഗുളികൻ തെയ്യങ്ങളുടെ പുറപ്പാട്. വൈകുന്നേരം 6 മണിക്ക് വിളക്കിലരി ചടങ്ങോടുകൂടി കളിയാട്ട മഹോത്സവത്തിന് സമാപനമാകും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ കളിയാട്ട സമിതി ചെയർമാൻ ജനാർദ്ദനൻ പുല്ലൂർ, വർക്കിംഗ് ചെയർമാൻ സുകുമാരൻ പെരിയച്ചൂർ, ജനറൽ സെക്രട്ടറി രമേശൻ പുതിയകണ്ടം, അടിയാർക്കാവ് തറവാട്ടംഗങ്ങളായ ഭാസ്കരൻ കല്യാൺ റോഡ്, അനിൽകുമാർ കല്യാൺ റോഡ്, സുനിൽകുമാർ കല്യാൺ റോഡ്, മുരളി കല്യാൺ റോഡ്, രക്ഷാധികാരികളായ KV ചന്തു കാവുങ്കാൽ, നാരായണൻ കൊള്ളിക്കാട്, രാമചന്ദ്രൻ പാതിരിക്കുന്ന്, അന്നദാന സമിതി ചെയർമാൻ ഭരതൻ കണ്ടത്തിൽ, മരാമത്ത് സമിതി ചെയർമാൻ കൃഷ്ണൻ പെരളം, സാമ്പത്തിക സമിതി ചെയർമാൻ മോഹൻദാസ് കാവുങ്കൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.